ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സോണിയാഗാന്ധിക്കും അടൂർ പ്രകാശിനുമൊപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രത്തിൽ പ്രതിരോധം തീർത്ത് കോൺഗ്രസ്. പോറ്റിക്കൊപ്പമുള്ള ഫോട്ടോയിലുള്ള മുഖ്യമന്ത്രി പ്രതിയാണോ എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ചോദിച്ചു. ആഭ്യന്തര വകുപ്പിന് ആവശ്യമെങ്കിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാമല്ലോ എന്നായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. ശബരിമലയിലെ സംഘമെന്ന് പറഞ്ഞാണ് പോറ്റി സോണിയാഗാന്ധിക്കൊപ്പം ഫോട്ടോ എടുക്കാൻ എത്തിയതെന്ന് ആന്റണി MP പ്രതികരിച്ചു. പിണറായി വിജയന്റെ ഫോട്ടോ വന്നിട്ടില്ലേ? ഇല്ലേ? അപ്പൊ പിണറായി വിജയൻ അതിനകത്ത് പ്രതിയാണോ? ആരാ അന്വേഷിക്കുന്നത്? കോൺഗ്രസ് ആണ് അന്വേഷിക്കുന്നത് കേസ്. ഞാനിപ്പോ പറഞ്ഞതുപോലെ പിണറായി വിജയൻ നിശ്ചയിക്കുന്ന കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരല്ലേ അന്വേഷിക്കുന്നത്. ഏത് ഫോട്ടോ ഉണ്ടെങ്കിലും അവർക്ക് പരിശോധിക്കാമല്ലോ. പക്ഷെ അദ്ദേഹത്തിന്റെ ഫോട്ടോ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ കൂടെ പരിശോധിക്കണം. മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ആദ്യം. അതേ ഷെയ്ഡി ക്യാരക്ടർ ആയിരുന്നെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പടം എടുക്കില്ല, ഒരു കാരണവശാലും പടം എടുക്കില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസും സംവിധാനമുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അറിയില്ലെങ്കിൽ സോണിയാഗാന്ധി എങ്ങനെ അറിയണം? രാഷ്ട്രീയ നേതാക്കന്മാർ എടുക്കൽ പലരും ഫോട്ടോ എടുക്കാൻ മതി, അത്ര ബന്ധം. നമ്മളിപ്പോൾ നടന്നു പോകുമ്പോൾ എത്ര പേര് ഫോട്ടോ എടുക്കും? അത് അവരെന്തെങ്കിലും കുറ്റം ചെയ്താൽ നമ്മൾ കുറ്റക്കാരാകുമോ? ഇതൊക്കെ വെറുതെ ആളുകൾ CPM എത്തിയിരിക്കുന്ന അപജയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് സോണിയാഗാന്ധിയുടെ പേര് പറഞ്ഞത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാക്കന്മാരിൽ ഒരാളാണ് സോണിയാഗാന്ധി. തന്റെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ശബരിമല പോലുള്ള ഒരു വലിയ ആരാധനാ കേന്ദ്രത്തിൽ ഉന്നതമായ ഒരു ചുമതല വഹിക്കുന്ന ഒരാളുമായി പരിചയപ്പെടാനോ സൗഹൃദം ഉണ്ടാകാനോ അദ്ദേഹത്തെ ഒരു ഫോട്ടോയിൽ ഒന്നിച്ച് പ്രത്യക്ഷപ്പെടാനോ ഇടയായാൽ ഒന്നൊരു വലിയ തെറ്റല്ല. പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലാണ്, 2013 എൻ്റെ വിശ്വാസം. ഞാൻ മാഡത്തെ കാണാൻ വേണ്ടി ജൻപതിലെത്തി. അപ്പോൾ ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ശബരിമലയിൽ നിന്നുള്ള ആളുകളാണ് എന്ന് പറഞ്ഞപ്പോൾ ശബരിമല ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ MP എന്ന നിലയിൽ ഞാനും ആ ഫോട്ടോയിൽ നിന്നു എന്നുള്ളതല്ലാതെ ഇത് പോറ്റിയാണെന്നോ മറ്റൊരു കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്കറിയില്ല. ഒരു ജനപ്രതിനിധി എവിടെയെല്ലാം പോയി ഫോട്ടോ എടുക്കുന്നു, ആരോടൊപ്പം നിൽക്കുന്നു, ആരെല്ലാം നമ്മളോടൊപ്പം എടുക്കുന്നു, 10-12 വർഷം കഴിഞ്ഞ് അവരേതെങ്കിലും കേസി പ്രതിയായാൽ നമുക്ക് പൊതുജീവിതം അതുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റും. TV പ്രസാദാണ് ചേരുന്നത്. TV പ്രസാദ് കൃത്യമായി തന്നെ കോൺഗ്രസ് പ്രതിരോധം തീർക്കുന്നു. ഒപ്പം നിന്ന് ചിത്രം എടുത്തതുകൊണ്ട് ഇത്തരത്തിൽ തട്ടിപ്പിൽ പങ്ക് എന്ന അർത്ഥമില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. ഒരു പടി കൂടി കടന്ന് ഫോട്ടോയിലുള്ള മുഖ്യമന്ത്രി പ്രതിയാണോ എന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ചോദിച്ചത്. അത് തന്നെയാണ് വിനീത. കോൺഗ്രസ് പ്രതിരോധം തീർക്കുകയാണ് അടൂർ പ്രകാശിനും അതുപോലെ തന്നെ ആന്റണിക്കും. നമ്മൾ കണ്ടതുപോലെ പക്ഷേ അടൂർ പ്രകാശിന് കുറച്ചുകൂടി അടുപ്പം അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ആന്റണിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു തെളിവ് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഫോട്ടോ ഉള്ളതുകൊണ്ട് മാത്രം ഒരാളെ ചോദ്യം ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യമാണ് പ്രധാനമായും കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതിൽ അവരുടെ ഭാഗത്തുനിന്ന് പറയുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ കൂടെ അന്നുണ്ടായിരുന്നല്ലോ എന്നതാണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘമായാലും തൽക്കാലം ഫോട്ടോയിലുള്ളവരെ വിളിച്ചു വരുത്തേണ്ട, അതല്ലെങ്കിൽ അവരിൽ നിന്ന് മൊഴിയെടുക്കേണ്ട എന്ന നിലപാടിലേക്ക് തന്നെയാണ് അവർ ഉള്ളത്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ അടുത്ത ബന്ധമുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാം എന്ന നിലപാടിലേക്കാണ് പോകുന്നത്. ഇതിപ്പോൾ അടൂർ പ്രകാശിൻ്റെ കേസാണെങ്കിൽ അടൂർ പ്രകാശ് നിരന്തരം ആ വീട്ടിൽ വന്നതായി അയൽവാസിയും അതുപോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മാസ്റ്റർസാക്ഷിയുമായ വിക്രമൻ നായർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ബന്ധം അടൂർ പ്രകാശിനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശിൽ നിന്നും വിശദീകരണം തേടിയേക്കും. പക്ഷേ ആന്റണിയെ പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഫോട്ടോ എടുത്തു എന്നുള്ളത് കൊണ്ട് അങ്ങനെ പ്രത്യേക അന്വേഷണ സംഘം നീങ്ങാനുള്ള സാധ്യതയില്ല. എന്തായാലും കോൺഗ്രസ് ഇതിൽ ചെയ്യുന്നതിൽ പ്രതിരോധം തീർക്കുകയാണ്. ഒരു ഫോട്ടോയുടെ പേരിലാണെങ്കിൽ ആദ്യം അത് മുഖ്യമന്ത്രിക്ക് നേരെയാവട്ടെ എന്നാണ് KC വേണുഗോപാലും VD സതീശനും സണ്ണി ജോസഫും അടക്കമുള്ള നേതാക്കളെല്ലാം പറയുന്നത്. വിനീത, TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.